ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ദ ബോയ്സ് സീസൺ 5ൻ്റെ എപ്പിസോഡ് 1 ആൻഡ് 2ൻ്റെ റിവ്യൂ ആണ്. ബാക്കി ഒരു എപ്പിസോഡും വന്നിട്ടില്ല. ആമസോൺ പ്രൈമിൻ്റെ ഈ പ്രാവശ്യത്തെ സ്ട്രാറ്റജി എന്ന് വെച്ചാൽ ആദ്യം 2 എപ്പിസോഡ് വിടും, എന്നിട്ട് പിന്നെ ഓരോ ആഴ്ച ഓരോ എപ്പിസോഡ് വെച്ച്. ഇത് കുറേ നാൾ മുമ്പ് കുറേ പേര് ചെയ്തതാണ്. ബട്ട് ഒറ്റയടിക്ക് എല്ലാ എപ്പിസോഡും വരുന്നതാണ് അതിൻ്റേതായ ഒരു രീതി. ഇതിപ്പോൾ സസ്പെൻസ് വെച്ച് വീണ്ടും വീണ്ടും ഉണ്ടാക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് വട്ട് ഇറ്റ് ഈസ്. 2 എപ്പിസോഡ് വന്നിട്ടുള്ളൂ. സീസൺ 1 എപ്പിസോഡ് 1 ആൻഡ് എപ്പിസോഡ് 2. ദ ബോയ്സ് ഓഫ് കോഴ്സ് സ്പോയിലർ ഒന്നും ഉണ്ടാവില്ല. എനിക്ക് പേഴ്സണലി എന്താണ് തോന്നിയതെന്ന് വെച്ചാൽ ഐ റിയലി ലവ് ദ ബോയ്സ്. അവരെന്തൊക്കെ ഇറക്കിയാലും ഞാനിത് കാണും. കാരണം ഐ റിയലി ലവ് ദി ഐഡിയ അത് ഫസ്റ്റ് സീസൺ തൊട്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. എൻ്റെ ഏറ്റവും അടിപൊളി കാര്യം യുണീക്ക് കോൺസെപ്റ്റ്. ഇതിനു മുമ്പ് ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല. ഓഫ് കോഴ്സ് എൻ്റെ കോമിക് ബുക്കൊക്കെ ഉണ്ട്, ഞാൻ കണ്ടിട്ടില്ല. സോ ഈ ഒരു യുണീക്ക് കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഈ ലോകത്ത് ശരിക്കും സൂപ്പർ ഹീറോസ് ഉണ്ടായിരുന്നെങ്കിൽ അവരെങ്ങനെ ഫങ്ഷൻ ചെയ്താണ്, അവരുടെ ശരിക്കുള്ള സ്വഭാവം എങ്ങനെയാണ്, ശരിക്കും ഈ ലോകത്തോട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഫുള്ളും കാണിക്കുന്നത്. മീമായി പോകുന്നതും കോൺസ്പിറസി തിയറിയും കുറേ ഇലുമിനാറ്റി അങ്ങനത്തെ സംഭവങ്ങളും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് ഈ ഒരു ഇതിനെ കുറച്ചും കൂടി റിയൽ ആക്കുന്നത്. ആൻഡ് മനുഷ്യർ ഇവരെ കൊല്ലാൻ വേണ്ടി നടക്കുന്ന ആ ഒരു കൺസെപ്റ്റ് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. ഈ ഒരു കൺസെപ്റ്റിൻ്റെ കാരണമാണ് ഞാൻ ഫസ്റ്റ് എപ്പിസോഡ് ഇറങ്ങിയപ്പോൾ തന്നെ, ഫസ്റ്റ് സീസൺ ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ കണ്ടത്. കാരണം എനിക്ക് ഈ കോൺസെപ്റ്റ് വളരെ സൂപ്പറായിട്ട് തോന്നി. എൻ്റെ പോസ്റ്റേഴ്സ് കണ്ടപ്പോൾ തന്നെ അടിപൊളിയാണെന്ന് തോന്നി. എൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ അടിപൊളിയാണെന്ന് തോന്നി. പിന്നെ എൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടപ്പോഴും സൂപ്പറാണെന്ന് തോന്നി. ആൻഡ് ദ ഫസ്റ്റ് സീസൺ വാസ് പീക്ക്. ദ ബെസ്റ്റ് സീസൺ ഈസ് സീസൺ 1. ആൻഡ് അതിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ദെൻ ഇറ്റ് ജസ്റ്റ് വെൻ ഡൗൺ ഹിൽ. അത് താഴോട്ട് പോയിക്കൊണ്ടിരുന്നു. പിന്നെ സീസൺ 3 ചെറുതായിട്ടൊന്ന് പീക്കായി. ആ സോൾജർ ബോയ് അയാൾ വന്നപ്പോഴാണ് ശരിക്കും ഈ ഒരു സീസൺ, ഈ ഒരു ബോയ്സ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ജീവൻ വെച്ചത് സോൾജർ ബോയ് വീണ്ടും വന്നപ്പോഴാണ്. ആൻഡ് പുള്ളിക്കാരനായിട്ടുള്ള ഫൈറ്റ്, ഓഫ് കോഴ്സ് ദ ഫേമസ് ഫൈറ്റ്, അത് കാരണമാണ് ഇതിന് കുറച്ചും കൂടി ഇപ്പോഴും ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് പെട്ടെന്ന് തീർന്നുകൊണ്ട കാര്യമാണ്. കാരണം അവരുടെ മെയിൻ റൂട്ടിൽ നിന്ന് അവർ പോയി, അവർ വേറെ കുറേ വഴികളിലേക്ക് പോയി, വിച്ച് ഐ വാസ് നോട്ട് ഇൻട്രസ്റ്റഡ്. കാരണം ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഉള്ള കാര്യം സീസൺ 1 നടന്ന കാര്യം, ഓരോ വില്ലന്മാരും ഓരോ സൂപ്പർ ഹീറോസിനെ ഹണ്ട് ചെയ്ത് സാധാരണ മനുഷ്യർ ഇങ്ങനെ അമ്മാരെ കണ്ടുപിടിച്ച് കൊല്ലണത്. അമ്മാരെ ഓരോ പ്ലാനറ്റ്, ഓഫ് കോഴ്സ് ട്രാൻസ്ലൂസനെ കൊല്ലണം. ട്രാൻസ്ലൂസൻ അങ്ങനത്തെ ഒരു പേര്, ഇൻവിസിബിൾ പുള്ളിക്കാരനെ കൊല്ലണ കാര്യം അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് ശരിക്കും പീക്കായിരുന്നു. ശരിക്കും ഹോംലാൻഡർ എന്ന് പറയുന്ന ക്യാരക്ടറിനെ എല്ലാവർക്കും പേടിയായിരുന്നു. അയാളുടെ ശരിക്കും മനുഷ്യർക്ക് ക്യാരക്ടേഴ്സും പേടിയായിരുന്നു, ശരിക്കും നമുക്ക് വരെയും പേടിയായിരുന്നു. അന്തമാതിരി പെർഫോമൻസ് ആണ് നമ്മുടെ ആന്റണി സ്റ്റാർ. പുള്ളിക്കാരൻ്റെ ഞാൻ ഫാനായി പോയി. ആ പുള്ളിക്കാരൻ്റെ ഫാനായത് കാരണം ഞാൻ ബാൻഷി ഫുൾ എന്നുണ്ട്. പുള്ളിക്കാരൻ അഭിനയിച്ച ഒരു സീരീസാണ് ബാൻഷി. അടിപൊളി സീരീസാണ് അത്. പുള്ളിക്കാരൻ്റെ ഞാൻ കണ്ടപ്പോൾ തന്നെ ഏതാണ് ഈ നടൻ ഇത്ര അടിപൊളിയായിട്ട് അഭിനയിക്കണം, അമേസിങ്. എന്നിട്ട് ആ ഒരു പേടി ശരിക്കും എനിക്ക് പേടിയായി ആ ഒരു ക്യാരക്ടറിനെ. അത് വളരെ റെയറായിട്ട് സംഭവിക്കുന്നത്. നമ്മൾ സിനിമ ഉണ്ട്, സീരീസ് ഉണ്ട്, അവർ കുറേ വെളുത്തരം കാണിക്കാൻ നമുക്ക് ഓക്കെ എന്ന് തോന്നും. ബട്ട് സീരിയസ്ലി ഞാൻ ശരിക്കും പേടിച്ചുപോയി ആ ഒരു ക്യാരക്ടറിനെ കണ്ടപ്പോൾ. ആൻഡ് പുള്ളിക്കാരൻ ചെയ്ത കാര്യങ്ങൾ ഭയങ്കര അൺഹിഞ്ച്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഹോംലാൻഡർ. ആൻഡ് ആ ഒരു എപ്പിസോഡ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ട്രാൻസ്ലൂസനെ കൊല്ലണ സീൻ, അയാൾ ശരിക്കും മരിക്കാൻ പോകുന്ന സമയത്ത് അവിടെ ഹോംലാൻഡർ വരുമ്പോൾ അവരുടെ മുഖത്ത് പേടി വരും, ഹ്യൂവിയുടെ മുഖത്ത് പേടി. ആ ഒരു ക്യാരക്ടർ ട്രാൻസ്ലൂസൻറ്റ് അയാൾ അറിയണതാണ് ഏറ്റവും അടിപൊളി. അയാൾ ആ ഒരു ചില്ലിൻ്റെ ഉള്ളിൽ കൂടി നോക്കുമ്പോൾ ആ ഹ്യൂവിയുടെ മുഖം കാണും. അവൻ്റെ മുഖത്ത് പേടിയുണ്ട് എന്നാണ് ഈ ഹോംലാൻഡർ വന്നെന്നുള്ളത്. അപ്പം അത് നോക്കും, ഹോംലാൻഡർ വന്ന് അപ്പോൾ അവൻ്റെ മുഖത്ത് അതാണ് അവൻ്റെ പീക്ക് റൈറ്റിങ്. അതിന് ശേഷം ഫ്രഞ്ച് അടിപൊളി ക്യാരക്ടറാണ് ഫ്രഞ്ച്. പിന്നെയൊക്കെ എന്തൊക്കെ ആയിപ്പോയില്ല, എന്തൊക്കെ ആക്കിക്കളഞ്ഞു, എന്തിനു വേണ്ടി എന്തോ ഒരു ഇന്നത്തെ ലോകത്തിന് വേണ്ടി റിലേറ്റ് ചെയ്യാനാണ് എന്ത് കോപ്പ് അങ്ങനെയൊക്കെ എന്നിട്ട്. ബട്ട് ഫ്രഞ്ച് ആ ഒരു വാനിലിരിക്കുന്ന സമയത്ത് ഹോംലാൻഡർ വരുമ്പോൾ ആ ഒരു സ്വന്തം ബ്രീത്ത് കൺട്രോൾ ചെയ്ത്, മോസ്റ്റ് ഡേഞ്ചറസ് പേഴ്സൺ ഇൻ ദ വേൾഡ് അയാളുടെ മുമ്പിൽ വെച്ച് സ്വന്തം ബ്രെത്ത് കൺട്രോൾ ചെയ്ത് നിന്ന് അയാളെ ഡീൽ ചെയ്ത്, അത് ശരിക്കും ചാകേണ്ട ഒരു മൊമെൻ്റ് ആയിരുന്നു. ബട്ട് ആ ഒരു മൊമെന്റ്സിലേക്കാണ് ശരിക്കും ബോയ്സ് എന്ന് പറഞ്ഞ സീരീസിനും ബോയ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ബഞ്ച് ഓഫ് ബോയ്സ് ഈ ക്യാരക്ടേഴ്സിന് ശരിക്കും നമ്മുടെ ഹൃദയത്തിലോട്ട് വന്നത്. വെൻ ദേ പ്രൂവ് ദെംസെൽഫ് അടിപൊളിയായിട്ട്. ഇത്രയും ഇവോൾവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സ് ശരിക്കും തല്ലുപൊളികളാണ്, ബട്ട് ഇത്ര അടിപൊളിയായിട്ടുള്ള റൈറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഹോംലാൻഡറിനെ കുറച്ച് പുള്ളി സ്മാർട്ടായിരുന്നു ശരിക്കും. ഫസ്റ്റ് എപ്പിസോഡിലൊക്കെ ആ ഒരു ബോക്സ് ഒക്കെ തുറന്ന് കാണിക്കുമ്പോഴും നമുക്ക് പേടിക്കാനില്ലെന്ന് എന്നൊക്കെ പറഞ്ഞില്ലേ, ഇപ്പം എങ്ങനെയുണ്ട് കാണിക്കണം. അപ്പോൾ അതൊക്കെ അത്രയും അടിപൊളി റൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സീരീസ് ശരിക്കും ഒരു പീക്കിലേക്ക് എത്തേണ്ട സീരീസ് ആയിരുന്നു. ബട്ട് ഇറ്റ് വെന്റ് ഡൗൺ ഹിൽ.
ബട്ട് അവർ പൊങ്ങി പൊങ്ങി വരാൻ നോക്കുന്നുണ്ട്. അഫ്കോഴ്സ് സീസൺ 5 എപ്പിസോഡ് 1 and 2 വിച്ച് ഇസ് റിയലി ഗുഡ്, നല്ലതാണ്. എന്നെ ഏറ്റവും കൂടുതൽ സർപ്രൈസിംഗ് ആയിട്ട് തോന്നിച്ചത്, അഫ്കോഴ്സ് നമുക്കറിയാം ആ പുള്ളിക്കാരി സംസാരിക്കും, ബട്ട് ആ ഡയലോഗ് വന്നപ്പോൾ ആ ഒരു ശരിക്കും വളരെ സ്വീറ്റ് ആയിട്ടുള്ള വോയിസ് ആൻഡ് നല്ല വോയിസ് ആയിരുന്നു. സോ കിമിക്കോ സ്റ്റിൽ ഈ സ്പൂക്കി കിമിക്കോ ആൻഡ് ബാക്കി എല്ലാവരും കൊള്ളാം, അതൊക്കെ തന്നെ. പിന്നെ കുറച്ച് ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ബോയ്സ് ആണ്, അപ്പം അറിയാം എങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംഭവിച്ച്. സോൾജർ ബോയിനെ എനിക്ക് എപ്പോഴും മനസ്സിലായി സോൾജർ ബ്രോ അങ്ങനെയൊന്നും പോകില്ലെന്ന്. സോൾജർ ബ്രോ പുള്ളിക്കാരൻ ആൻഡ് സീസൺ ആൻഡ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളും വളരെ നന്നായിക്കട്ടെ, ഒരു പ്രോപ്പർ എൻഡിങ്ങിന് കൊടുക്കാൻ കഴിയട്ടെ, വീണ്ടും പീക്കിലേക്ക് വരാൻ സാധിക്കട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ഐ റിയലി ലവ് ദ ബോയ്സ് and thank you for watching, because I really love you.